ഇല്ല എനിക്ക് നല്ല വിവരമൊക്കെയാണ്. ശരിയല്ലേ? സമ്മതിക്കുക? വ്യത്യാസം നോക്കൂല്ലേ? അതല്ലേ പറഞ്ഞത്. പക്ഷെ ശ്രീരാമന്റെ സ്വഭാവവും പ്രകൃതിയും പ്രഭാവവും നോക്കൂ. അതിനെന്താ കുട്ടിയെ നീ പറഞ്ഞോളൂ, ഇപ്പൊ എന്താ വിഷമം? നീ ഇപ്പൊ പറയുന്ന കാര്യം വലിയ കാര്യത്തെ ഇപ്പൊ നിശ്ചലാത്ത ശാങ്കർ എടുക്കരുതേ, ഒരു വിഷമമില്ല പറഞ്ഞോളൂ. സീതയ്ക്ക് വലിയ ഒരു ആശ്വാസമായി. കാര്യം പറയുമ്പോ നമ്മ മനസ്സിനൊരു തൃപ്തി വേണ്ട. സീത പറഞ്ഞു അതെന്താ ശാലേ, നമ്മളിപ്പോ ഈ കാട്ടാളന്മാരാരും നമ്മളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. നമ്മളെ ആരും ഇതുവരെ രാക്ഷസന്മാരും ഉപദ്രവിച്ചിട്ടില്ല. നമുക്ക് അവരോട് പൂർവ്വ ശത്രുതയും ഇല്ല. അവരാരും നമ്മുടെ അടുത്തേക്ക് ശത്രുക്കളെന്ന് പറഞ്ഞു വരികയെ നമ്മളെ ഉപദ്രവിക്കുകയെ അല്ലെങ്കിൽ രാമനെ കൊല്ലുന്നോ രാമനെ ഉപദ്രവിക്കുന്നോ രാമൻ കാട്ടിൽ വരാൻ പാടില്ല എന്ന് എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവര്. പിന്നെ ഇവരോട് നമ്മളിങ്ങനെ ശത്രുത കണക്കാക്കുന്നത് ശരിയല്ല എന്നൊക്കിങ്ങനെ തോന്നുക. പിന്നെ തന്നെയല്ല, നമ്മളിങ്ങനെ തോന്നുകയാണേ നമ്മൾ ഈ പിശാചിയും വെട്ടത്തെയും ഈ വമ്പും വില്ലും വാളും ഒക്കെ ആയിട്ട് കാട്ടിക്കൂടി നടക്കുമ്പോഴേ അത് വേണ്ടാന്ന് തോന്നി. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടേ ഈ 14ാമത്തെ കൊല്ലം പോകുമ്പം 14ാമത്തെ കൊല്ലം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ രാവിലെ എടുത്ത ബാഗിൽ വെച്ച് പോയാ പോരേന്ന് ഇങ്ങനെ തോന്നുകയാണേ. എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ കൈ പിടിച്ച് നടക്കുമ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം ചെയ്യേ ഇങ്ങനെ തോന്നുകയാണേ. അതെന്താ സീത ഒരു കഥയും പറഞ്ഞു. പണ്ടൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലോണം തപസ് ചെയ്യുന്ന ആളായിരുന്നു. നന്നായി തപസ് ചെയ്തിരിക്കുന്ന സമയത്ത് ദേവേന്ദ്രന് തോന്നി ഇദ്ദേഹം തപസ് ചെയ്ത് ഇന്ദ്ര വന്നാലോ അവിടേക്ക് ദേവലോകത്തേക്ക് തപസ്സിന്റെ മിടുക്കൊണ്ട് നമ്മുടെ കസേര പോയില്ലേ. അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തപസ് അങ്ങോട്ട് മുടക്കാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരു വാള് കൊടുത്തു. എന്ന് പറഞ്ഞ മഹർഷേ ഈ വാളൊന്ന് സൂക്ഷിക്കണേ, ഞാൻ കാശിയിൽ നിന്ന് വരുമ്പോ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കാശിന്നൊന്നും പറഞ്ഞില്ല, ഞാൻ മടക്കാൻ വരുമ്പോ കൊണ്ടുപോയിക്കോളൂ, ഒന്ന് സൂക്ഷിക്കണേ, ഒന്ന് നോക്കണേ. ആരോട് പറഞ്ഞു മഹർഷിയോട്. മഹർഷി സാരില്ല അവിടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു. അങ്ങനെ ഈ മഹർഷി വാളങ്ങനെ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മഹർഷിക്ക് തോന്നിയത് അയ്യോ ആ നമ്പൂരി ഇവിടെ വാള് കൊണ്ടുപോയി വെച്ച് നീ തുരുമ്പ് പിടിച്ചോന്ന് അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് മഹർഷി എന്ത് ചെയ്തു, വാളെടുത്ത് നോക്കിയപ്പം വെക്കുമ്പോഴൊക്കെ കുറേശ്ശേ തുരുമ്പ്. അപ്പൊ അദ്ദേഹത്തിന് വിഷമായി. ഒരാളെ നമ്മളോടൊരു കാര്യം പറഞ്ഞ് സൂക്ഷിക്കാൻ തന്നിട്ട് അത് തുരുമ്പ് പിടിച്ചു പോയി 2ാം രാവിലെ മോശമല്ല, അദ്ദേഹം വിചാരിക്കില്ലേ നമ്മൾ നോക്കിയില്ല എന്ന്. അപ്പൊ മഹർഷി എന്ത് ചെയ്യും, എന്നും രാവിലെ ഇങ്ങനെ നല്ലോണം മെഴുക്ക് പെരട്ടി നല്ലോണം അലക്കിയ മുണ്ടോണ്ട് തുടയ്ക്കും. പിന്നെ മെഴുക്ക് പെരട്ടി അലക്കിയ മുണ്ട് മടക്കി തുടയ്ക്കും. അങ്ങനെ വെച്ചു എത്ര മെഴുക്ക് പെരട്ടിയിട്ടും ഒരു ദിവസം ഞായറാഴ്ച പെരട്ടാൻ മറന്നുപോയി. അന്ന് പിന്നെയും തുരുമ്പ്. ഇപ്പൊ മഹർഷി വിചാരിച്ചു ഇതിങ്ങനെ വെറുതെ വെച്ചിട്ടായി തുരുമ്പ് പിടിക്കുന്നത്. നമുക്ക് ഈ മത്തങ്ങയും വെള്ളരിക്കും കുമ്പളങ്ങയൊക്കെ നുറുക്കാൻ കുറേശ്ശെ എടുത്താൽ തുരുമ്പ് പിടിക്കില്ലല്ലോ. നമ്മൾ എന്നും ഇങ്ങനെ ഉപയോഗിച്ച് തുരുമ്പ് പിടിക്കില്ലല്ലോ. അപ്പൊ വെളിച്ചെണ്ണ വരയ്ക്കും വേണ്ട. അങ്ങനെ മഹർഷി കുറേശ്ശെ ഇങ്ങനെ നേന്ത്രക്കായ നുറുക്കാനും കുമ്പളങ്ങ തോല് ചെത്താനും കഷ്ണം നുറുക്കാനും അവിയലിന്റെ അങ്ങനെയൊക്കെ എടുത്തു. ആ കുഴപ്പമില്ല. പിന്നെ മഹർഷിക്ക് 2 ദിവസം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ ഇവിടെ വെച്ച് പോയി തുരുമ്പ് പിടിക്കില്ല. അദ്ദേഹം കൂടെ കണക്കാക്കി, കയ്യിൽ കണക്കാക്കി. എന്ത് വാള്. അങ്ങനെ വാളുമായിട്ട് പോകുമ്പോ അങ്ങനെ പോകുമ്പോഴാണ് ഈ വള്ളിയും പടർപ്പും ഒക്കെ ഇങ്ങനെ വഴിക്ക് നടക്കണോ. അപ്പൊ മരത്തിന്റെ ചില്ലിയൊക്കെ വഴി തടസ്സപ്പെടുന്ന വള്ളി പടർപ്പ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പച്ചക്കില്ലേ ഇതൊക്കെ ഇങ്ങനെ ഒക്കെ വെട്ടി വഴി. അപ്പൊ എന്താ ഈ തരക്കേടില്ല, അത് എന്താ ഉപയോഗിക്കണ്ട, തുരുമ്പില്ല. അങ്ങനെ പോണ സമയത്താണ് എന്നിട്ട് ഒരു നായ ഇങ്ങോട്ട് ചാടി വന്നു വണ്ടിയിലേക്ക്. മറിയില്ല, ഉപദ്രവില്ല. പിന്നെ എങ്ങനെ പിന്നെ സ്വാമിയാർക്ക് ബുദ്ധൻ പണി ഉണ്ട്. പിന്നെ സ്വാമി അല്ലാണ്ട് പിന്നെ ഇപ്പൊ രാവിലെ കുളിക്കണം എന്നൊന്നും ഇല്ലാണ്ട് പിന്നെ കുപ്പായമായ പിന്നെ കാട്ടാളനാണ്. പണ്ട് വലിയ മഹർഷിയായിരുന്നു കാട്ടാളനെ. എനിക്ക് ഇങ്ങനെ തോന്നി ഈ വാള് കാരണമാണ് അദ്ദേഹം തപസ്സൊക്കെ പോയി കാട്ടാളിന്റെ മട്ടായി. നമുക്ക് ഇതിങ്ങനെ കയ്യിലുണ്ടാവും, എന്തെങ്കിലും ചെയ്യാൻ തോന്നും. കയ്യിലില്ലെങ്കിൽ അങ്ങനെയുള്ള പണം കയ്യിലുണ്ടാവും, നമുക്ക് അത് ഇതൊക്കെ വാങ്ങണം. ഒന്നും ഇല്ലെങ്കിലോ നമുക്ക് നല്ല 31-ാം തീയതി നമുക്ക് എന്തൊരു അച്ചടക്കാം. 1-ാം തീയതി ഉശിരൊന്നും എന്താ 31-ാം തീയതി അന്നൊരു അടക്കമുള്ള കാലാണ്. എന്താ ഒരു 20-ാം തീയതി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എന്ത് വരും ആർക്കും അറിയില്ല. ശരിയല്ലേ? ഒരു 20-ാം തീയതി ഒക്കെ 15-ാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ, ചിലർക്ക് 10-ാം തീയതി കഴിയുമ്പോഴേക്കൊക്കെ തന്നെ
വിനയം വരുന്നവരൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ ജീവിതം ഓരോ മട്ടല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ എല്ലാം അങ്ങനെ ഉണ്ടല്ലോ. കയ്യിലുണ്ടച്ചാൽ നമുക്ക് ചെലവാക്കാൻ തോന്നും, ഇല്ല വെച്ചാൽ മിണ്ടാണ്ടിരുന്നോളൂ. ഈ ആയുധം കയ്യിലുണ്ടാവും എന്ന് പ്രയോഗിക്കാൻ തോന്നി. അങ്ങനെ ആയുധം പ്രയോഗിച്ച് അദ്ദേഹം എന്തായി സ്വാമിയാരല്ലാണ്ട് ഈ കാട്ടാളനായി. അതുപോലെ തോന്നുകയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഈ സ്വാമിയാരന്മാരുടെ വേഷം കെട്ടിയിട്ട് മൂലാഫലങ്ങൾ ഭുജിച്ചു, ഭസിതവുമാലേപനം ചെയ്തു. അങ്ങനെയല്ലേ സ്വാമിയാരെ പോലെ ഭസ്മാങ്കൂറിയൊക്കെ വരച്ച കൂടി തൊട്ട് പിന്നെ ഇങ്ങനെ മരവൂരിയൊക്കെ ചിറ്റി കാട്ടിലിങ്ങനെ സന്യാസിമാരെ പോലെ എന്ത് ചെയ്യുന്നു, നിലത്ത് കിടന്ന് വെറും നിലത്തുള്ള കിടപ്പൊക്കെ എങ്ങനെയാണ് കട്ടിമ്പലൊന്നും അങ്ങനെ സ്വാമിയാരുടെ മട്ടം നടക്കണം. നമ്മൾ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ഓരോട്ടത്തിന് പുറം. അപ്പൊ എനിക്ക് തോന്നുകയാണേ കാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോ പോയിട്ട് മതി വാളെടുക്കലെന്ന് ഇങ്ങനെ തോന്നുകയാണേ. നമുക്ക് ആര് പറഞ്ഞു? സീതാദേവി പറഞ്ഞു. സീത പറഞ്ഞത് എന്തൊരു മട്ടും ഭാവമായിട്ടാ പറഞ്ഞത്. എന്നിട്ട് സീത എടുക്കാൻ പറയുകയും ചെയ്തു. അതുകൊണ്ടേ ഞാൻ അപ്പൊ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ പറഞ്ഞത് അവകട അയ്യോക്ക് ശല്യാക്കി അത്രയ്ക്ക് വിവരമുള്ളേ. അങ്ങനെ മാന്തിയൊക്കെ വിവരമുള്ള ആരുണ്ടല്ലോ, ഈ അങ്ങേ ഉപദേശിക്കാൻ ആരുണ്ട് ലോകത്തില്? ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അപകട അയച്ച് അങ്ങ് എന്ത് കൂട്ടിയാൽ മതി? പെൺബുദ്ധി ഇല്ല, ബാക്കി പറയില്ല, കേസാവും. അപ്പൊ അങ്ങനത്തെ കാലാണ്. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ കൂട്ടിയാൽ മതി എന്നും പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ അത് കേട്ടപ്പോ സന്തോഷമായി. ശ്രീരാമൻ ചാടിയെടുക്കാനൊന്നും പുറപ്പെട്ടു. ശ്രീരാമൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, സീതേ എന്നെ പോലെ ഒരു ഭാര്യ ഉണ്ടായത് എന്റെ ഭാഗ്യ. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർ എന്താ പറയാ? അന്ന് ഭാര്യ കുടുംബത്തുണ്ടാവില്ലേ? പിന്നെ ആരുടെ ഭാര്യയുടെ കുടുംബത്ത് തീരുമാനാക്കല്ലേ പതിവ്. പക്ഷെ ശ്രീരാമൻ പറഞ്ഞു, എന്നെ പോലെ ഒരു ഭാര്യ എന്റെ കൂടെ ഉണ്ടായത് എന്റെ ഒരു ഭാഗ്യം എന്നേ പറയുന്നത്. കാരണം എന്താ വെച്ചോ, ഇങ്ങനെയൊക്കെ ഓരോ സമയത്ത് വേണ്ട സമയത്ത് എനിക്ക് വെളിച്ചം വിവരമൊക്കെ ഉണ്ടാവുന്ന വർത്തമാനം നീ പറഞ്ഞു തരുന്നില്ലേ? നല്ല കാര്യം, എനിക്ക് സന്തോഷമുണ്ട് എന്നോട്. ആരോട് പറഞ്ഞു? സീതയോട്. എന്നിട്ട് സീതയോട് പറഞ്ഞു, സീതേ അതുകൊണ്ട് എന്താ വെച്ചാലേ നീ ഇപ്പൊ പറഞ്ഞില്ലേ നമുക്ക് ആയുധമൊക്കെ കാട്ടിന്ന് പോയിട്ട് നാട്ടിലെത്തിയിട്ട് മതി കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെ പാടില്ല. എന്താ കാരണം അറിയോ? ഒരു ക്ഷത്രിയൻ ആയുധം ധരിക്കുന്നത് എന്തിനാന്ന് നിശ്ചണ്ടോ? അത് വെറുതെ നേരം പോക്കനും ഭംഗിക്കൊന്നും അല്ലാതെ. ക്ഷത്രിയൻ ആയുധം ധരിക്കുന്നത് നാട്ടില് അയ്യോ എന്നുള്ള നിലവിളി കേൾക്കാണ്ടിരിക്കാനാണ്. കൂടുതലൊന്നും പറഞ്ഞില്ല. ക്ഷത്രിയൻ എന്തിനാ ആയുധം ധരിച്ചത്? നമ്മുടെ പോലീസുകാരെന്തിനാ വടിയോ തോക്കൊക്കെ പിടിച്ച് അങ്ങാടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്തിനാ? നേരം പോവായിട്ടോ നേരം പോവായിട്ടാച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഭൂമുഖത്തിരുന്ന് കുട്ടികളെ കളിപ്പിച്ചിരുന്ന് നേരം പോക്കിക്കൂടെ? ഈ രാത്രിയും ഊണും കഴിക്കാണ്ട് ഈ വെയിലും ഇല്ലെങ്കിൽ മഴയും ഇതൊക്കെ കൊണ്ട് രാത്രിയും പകലൊക്കെ നിൽക്കണണ്ടല്ലേ അവരെ? നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒരു പാവങ്ങള് അങ്ങാടിയിലൊക്കെ അങ്ങോട്ടും നടക്കണ്ട. എന്തിന്? നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങാൻ വേറെ ആൾക്കാരൊക്കെ വരും, വിഷാത്തിയും കമ്പിയൊക്കെ ആയിട്ട്. കള്ളന്മാര് വന്ന് കുത്തി തുറന്നിട്ടും ഉപദ്രവിക്കാനൊക്കെ വരില്ലേ? ഇവരിങ്ങനെ അങ്ങോട്ടും നടക്കൊണ്ട് കള്ളന്മാർക്കൊരു ശരിയില്ലേ? അപ്പൊ ഈ ക്ഷത്രിയന്മാരെ പറഞ്ഞാൽ ഇങ്ങനെ രക്ഷയ്ക്കും ഒക്കെ ആയിട്ട് നടക്കണേ ക്ഷത്രിയ ക്ഷത്രിയന്മാര് ആയുധ. പോലീസുകാരന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? താമരപ്പൂവാ? താമരപ്പൂവും പിച്ചക്കപ്പൂവും മുല്ലപ്പൂവും മാലയെന്നായിട്ട് പോലീസുകാർ നടക്കില്ലേ? പോലീസുകാർ എന്തായിട്ട് ഒന്നുകിൽ വടി ഉണ്ടാവും, ഇല്ലെങ്കിൽ വല്ല തോക്കോ ഇതൊക്കെ വേണം. അത് പോലീസുകാരനൊക്കെ വേണം. അല്ലാണ്ട് മുല്ലപ്പൂവും താമരപ്പൂവും ഒക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിക്കല്ലേ പോവുക? ശരിയല്ലേ? ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അതെന്തിനാന്ന് വെച്ചിട്ടുണ്ട് ആയുധം ധരിച്ചിരിക്കുന്നത് അദ്ദേഹം. ഈ ദുഷ്ടന്മാരെയും നമ്മൾക്ക് ഇപ്പം ഒരു പോലീസുകാരൻ അവിടെ ഒരു തോക്കും പിടിച്ചങ്ങനെ നിൽക്കണം, അദ്ദേഹത്തിന് മുമ്പിൽ കൂടി പോകും, നമുക്ക് പേടിയില്ല കേട്ടോ. എന്താ കാരണം? നമ്മളങ്ങനെ കക്കാനൊന്നും പോവാറില്ല. കക്കാൻ പോകുന്നുണ്ടോ? എന്നാ പോകുമ്പോ പേടിച്ചോളൂ. ശരിയല്ലേ ഇത്? അപ്പൊ ധർമ്മം വിട്ട് പെരുമാറണവര് ലോകത്ത് അധർമ്മം ചെയ്ത് ലോകത്തെ നശിപ്പിച്ച് സജ്ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ പുറപ്പെടുമ്പം അയ്യോ എന്ന ആർത്തനാദം. എന്താണ് എന്റെ പേര്? അയ്യോ എന്ന്. ആർത്തൻചൽ ദുഃഖിതൻ, വിഷമിച്ചവൻ. അയ്യോ എന്നപ്പാ നമ്മൾ പറയുക. അയ്യോ എന്ന് നിലവിളിക്കപ്പെടാ ലോട്ടറി കിട്ടുമ്പോഴാ? ഇല്ല 2 കോടി അടിക്കുമ്പോഴും നമ്മൾ അയ്യോ പറയില്ല. നമ്മൾ മിണ്ടാണ്ട് ആ അടുക്കളയിൽ ആ കലത്തിനടിയിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്യാം കടലാസ്. അത് അറിയണ്ടെന്ന് പറയുന്നത് ചോരുണ്ടാവില്ല. പിന്നെ വരിയായിട്ട് വരും. അപ്പൊ നമ്മൾ സന്തോഷം ഉണ്ടാവുമ്പോഴും ഒന്നും നമ്മളത് ചെയ്യില്ല. എപ്പോഴാണ് നമ്മൾ അയ്യോ പറയുക? നല്ല കഷ്ടപ്പാട്, ദുരിതം, അല്ലെങ്കിൽ നമ്മുടെ ആയുസിനോ നമ്മുടെ വസ്തുവിനോ നഷ്ടമുണ്ടായി നമ്മൾ ഉപദ്രവിച്ച് മറ്റൊന്നിന് കീഴടങ്ങേണ്ടതായിട്ട് വരുന്ന സമയത്ത് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ രക്ഷയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? അയ്യോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഒരാള് ആർത്തനാദം മുഴക്കണ സമയത്ത് അവനെ രക്ഷിക്കാനാണ് ആയുധം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരാൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ രക്ഷിക്കാനാണ് ആയുധം എന്നല്ല പറഞ്ഞത്. രാജ്യത്താർത്തനാദം കേൾക്കാണ്ടിരിക്കാനാണ് പറഞ്ഞത്. എന്താ അർത്ഥം?
മനസ്സിലായില്ല അല്ലേ? ഒരുത്തം വന്ന് ഒരു പാവപ്പെട്ടവനെ ഉപദ്രവിച്ചിട്ട് അവൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് വന്ന് അവനെ രക്ഷിക്കേണ്ട കാര്യമില്ല. ഈ പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ മറ്റോ വരുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റവനെ നമ്മൾ വിചാരിച്ച മാതിരില്ല, കുറച്ച് മുമ്പിലാ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുറച്ച് മുമ്പിലാണ് ഇന്നത്തെ മാതിരി. എന്നൊക്കെ നമ്മൾ പിന്നൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ വെട്ടിക്കൊന്നുമില്ലേ അന്വേഷണത്തിന് ഉത്തരവ് വിട്ടു. വെട്ടിയതിന്റെ ശേഷം വെട്ടണതിന്റെ മുമ്പ് വെട്ടാൻ വരുമ്പോ എന്തെങ്കിലും ചെയ്തു വെച്ചപ്പോ ഈ വെട്ടി ചത്തവന്റെ കുട്ടികളെ കച്ചുണ്ടാവുമായിരുന്നു. ചത്തതിന്റെ ശേഷം അന്വേഷിച്ചിട്ട് അതിന്റെ എല്ലാം കൊണ്ട് കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ആ കുട്ടികൾക്ക് കച്ചുണ്ടാവുമോ? ആ ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടാവുമോ? ആ അമ്മയ്ക്ക് മകൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വ്യത്യാസം മനസ്സിലായില്ല? പഴയ കാലം പുതിയ കാലം തമ്മിൽ. പണ്ട് വെട്ടാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ വെട്ടണോന്റെ കാര്യം നേരെയാവും. ഇന്ന് വെട്ടി കഴിഞ്ഞതിന്റെ ശേഷം നമ്മള് ചിത്രം വരയാൻ തുടങ്ങും. എന്ത് ചിത്രം? എന്തെങ്കിലൊക്കെ ആവട്ടെ, ശരിയല്ലേ? ഇത് ബോബ് പൊട്ടിച്ചവന്റെ ചിത്രം വരയുന്നു. മീശയുണ്ടെന്നും മീശയില്ലെന്നും മീശ. പിന്നെ കുറച്ച് ദിവസം നമ്മൾ അവന്റെ ചിത്രം നോക്കിയിട്ട് അത് ആസ്വദിക്കില്ല. കുറച്ച് ദിവസം നമ്മുടെ പണി പത്രം വായിച്ചിട്ടല്ലേ. എന്തൊരു പഴയ കാലത്ത് ഈ ജാതി ദുഷ്ടശക്തികൾ തല പൊക്കാതെ കണ്ടിരിക്കാനാണ് എന്ത് കണക്കാക്കുന്നത്. അതുകൊണ്ട് സീതയെ ആയുധം ചെയ്യാണ്ട് പറ്റും. ഞാൻ ക്ഷത്രിയനാണ്. അപ്പൊ അതുകൊണ്ട് കാട്ടാളന്മാരോട് എനിക്ക് സ്നേഹവും വേണ്ട, അവർക്ക് വിരോധവും വേണ്ട. മഹർഷിമാർക്ക് അവർ ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ജഡ്ജി ഒരുത്തനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ജഡ്ജിയുടെ ശത്രു അവൻ ആണോ? അല്ലല്ലോ. ജഡ്ജിക്ക് ഇയാളായിട്ടൊരു ശത്രുതയില്ല, മിത്രതയില്ല, ഒരു ബന്ധവും ഇല്ല. ശരിയല്ലേ? ഇത് ജഡ്ജി ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാളെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലണ സമയത്ത് പാവം ജഡ്ജിക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ കാരണം? അദ്ദേഹം ഇവൻ ചെയ്ത കുറ്റത്തിന് എന്താണ് ശിക്ഷ എന്ന് നിയമപുസ്തകം നോക്കി സൂക്ഷ്മമായി പഴുതില്ലാത്ത വിധത്തില് വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ് ആര് ചെയ്തത്? ജഡ്ജി. അല്ല, അദ്ദേഹം പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാക്കിയ നിയമം കൊണ്ടാണോ? അല്ല. അന്ന് അത് നമ്മുടെ നാട്ടില് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് പറഞ്ഞയക്കണ നേതാക്കന്മാര് അല്ലെങ്കിൽ അതിന്റെ ആളുകൾ, പ്രതിനിധികൾ അവിടെ ചെന്നുണ്ടാക്കിയ നിയമമാണ് എന്ത്? ഈ നിയമം. ആ നിയമമാണ് ആര് വ്യാഖ്യാനിക്കുന്നത്? നമ്മളത്ര പഠിക്കാത്ത നമുക്കത് അറിയില്ല. പഠിക്കാത്ത സ്കൂളിലേക്ക് പോയില്ല എന്നല്ല, നിയമം പഠിച്ചവർക്കല്ലേ ഇത് പറ്റുള്ളൂ. നിയമം പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ച് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം? അതിൽ വിചാരം ചെയ്ത് ഉറപ്പിച്ച കൂട്ടർക്ക് അത് പറയാൻ പറ്റും. ഇതാണ് കഥ. ഇത് രാമായണത്തിലെ കഥ കണ്ടോ? അപ്പം ആയുധം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? അധിഷ്ഠാനേ നവ. ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വേണം, അല്ലെങ്കിൽ ദുഃഖിതരെ രക്ഷിക്കാനാവണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? നേരം പോക്കിന് എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. എന്ത് ചെയ്യരുത്? പ്രയോഗേഷു മഹാൻ ദോഷോ ശസ്ത്രാണാം ഗുരുനന്ദന. വെറുതെ ഈ അസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുമ്പം മഹാൻ ദോഷ, അത് വലിയ ദോഷമാണ്. അങ്ങനെ ചെയ്യരുത്. അതൊക്കെ വലിയ ദോഷം ചെയ്യും. വെറുതെ കളിക്കാനുള്ളതല്ല കുട്ടികളേത്. അതുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിച്ച് സജ്ജനങ്ങളെ രക്ഷിക്കാനും ലോകത്തിന് നന്മയുണ്ടാക്കാനും അതുപോലെ ദുഷ്ടശക്തികളെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും വേണ്ടതാണ് ആയുധങ്ങൾ. അല്ലാതെ കണ്ട് നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിരുന്ന ദേശക്കാരെന്നാ ഇത് അങ്ങനെ പറ്റില്ല. ഇത് കളിക്കാനും നേരം പോക്കിന് എടുക്കാനും ഉള്ളതല്ല. അത് മനസ്സിലാക്കി വെക്കണം. അവൻ എന്ത് ചെയ്തോളൂ? അജാതശത്രോത്വം ചെയ്വ ദ്രക്ഷ്യസേ താനി സംയോഗേ. അങ്ങക്കിപ്പോ ഇത് പ്രയോഗിക്കുന്നത് കാണാനുള്ള കൗതുകം ഉണ്ടാ? മോഹം ഉണ്ടല്ലേ? പേടിക്കേണ്ട. അതൊക്കെ കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നാരദ മഹർഷി. എവിടുന്ന്? അങ്ങനെ പ്രയോഗിക്കുന്നത് കാണാനില്ല വേണ്ടോ? ഒക്കെ അർത്ഥിക്കാൻ താമസമില്ലാണ്ട് അങ്ങേക്ക് അതൊക്കെ പ്രയോഗിച്ചെന്നെ കാണാമെന്നും പറഞ്ഞു. അതെവിടെ? ഭാരത യുദ്ധത്തില്. അതാ പറഞ്ഞത് അജാതശത്രു. ഈ അജാതശത്രു എന്ന് വിളിച്ചത് ആരെയാണെന്നറിയോ? യുധിഷ്ഠിര മഹാരാജാവിനെയാണ്. എന്തിനാ ഈ അജാതശത്രു എന്ന് പറയുന്നത്? ഈ യുധിഷ്ഠിരന് ശത്രുക്കൾ ജനിച്ചിട്ട് തന്നെ ഇല്ലയാണ്. എന്നാ ജാതശത്രു, ശത്രു ജനിച്ചിട്ടില്ലാത്ത ആളാണ് ആര്? അജാതശത്രു. അദ്ദേഹത്തിന് ശത്രു ഇതുവരെ ജനിച്ചിട്ടില്ല. അങ്ങനത്തെ കേവനാണ് ആര്? യുധിഷ്ഠിരൻ. അതുകൊണ്ട് അജാതശത്രോത്വം ചെയ്വ ദ്രക്ഷ്യസേ. ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് അങ്ങക്ക് കാണാം. എവിടെ? യോജ്യമാനാനി പാർത്ഥേന. അർജുനൻ ഈ അസ്ത്രങ്ങൾ പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ പ്രയോഗിക്കുന്നത് അങ്ങക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് നാരദരെ അനുഗ്രഹിച്ചു. അപ്പൊ ഇത് കേട്ടാണ് ഈ പാണ്ഡവന്മാർക്ക്, വിശേഷിച്ച് അർജുനക്ക് എന്ത് തോന്നിയത്? അർജുനന് എന്തൊന്നും അറിയായല്ല, എന്നാലൊരു കൗതുകം ഉണ്ടാവുമല്ലോ. എന്തിന്റെ? ഒരു പുതുമയുടെ ഒരു കൗതുകം ഉണ്ടാവില്ലേ? പുതുമ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ വസ്തു ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടാവില്ല. പിറ്റേന്നാൾ വലിയ വിലയൊന്നും ഉണ്ടാവില്ല.
എന്ത് പുതിയ വസ്തുവാണെങ്കിൽ ഒരു കൗതുകം ഉണ്ടാവില്ല, പുതുമയുടെ ഒരു കൗതുകം കൊണ്ട് തോന്നിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തില്ല, ഇനി പ്രയോഗിക്കാൻ പുറപ്പെടണില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ അസ്ത്രങ്ങളൊക്കെ ഉപസംഹരിച്ച് അവരെ മടക്കി കെട്ടി വെച്ചു. വിശിഷ്ടങ്ങളായ അസ്ത്രങ്ങളൊക്കെ എല്ലാവരും കണ്ടു, പക്ഷെ പ്രയോഗിക്കുന്നത് കണ്ടില്ല എന്ന് മാത്രം. നാരദർ വന്ന് ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തു, സന്തോഷമായി. അങ്ങനെ എന്താണ്